ഡൊമൈൻ ഇൻ്റർവെല്ലായിട്ട് വരുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം ഫോർ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. എന്താണ് അത് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് പരിഗണിക്കാം. സപ്പോസ് ഇങ്ങനെ ഒരു ഗ്രാഫ് ഞാൻ പരിഗണിക്കുന്നു. ഓക്കെ, ഇതിൻ്റെ ഡൊമൈൻ ഇൻ്റർവൽ എ ബി ആണ്. ഓക്കെ, ദാറ്റ് ഈസ് എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ എ ബി. അതിലുള്ള ഒരു ഫംഗ്ഷനാണ്, ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഈ വരച്ചിരിക്കുന്നത്, y equal to f of x. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എയിൽ തന്നെയാണ്. ഇതിൻ്റെ മിനിമം വാല്യൂ ഉള്ളത് എയിൽ തന്നെയാണ്. അതിന് ഞാൻ എഫ് ഓഫ് എ ആണ്. അതിന് ഞാൻ എം എന്ന്, സ്മോൾ എം എന്ന് കൊടുക്കുന്നത് കേട്ടോ, സ്മോൾ എം. ഓക്കെ, മാക്സിമം വാല്യൂ നോക്കുമ്പോൾ ഇവിടെയാണ് അതിൻ്റെ മാക്സിമം വാല്യൂ വരുന്നത്. ഓക്കെ, ഈ ഭാഗത്താണ് അല്ലേ, കറസ്പോണ്ടിങ് ടു ദിസ് പോയിന്റ്. അതിനെ ഞാൻ ക്യാപിറ്റൽ എന്ന് വിളിച്ചു. സോ സ്മോൾ എം ഈസ് ദി minimum value of the function f of x. Okay, and a cap m is the maximum value of f of x on the interval ab. Okay, closed bounded interval ab. ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ എ ബിയിൽ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷന് എപ്പോഴും ഒരു മിനിമം മാക്സിമം ഒക്കെ ഉണ്ടാവും. ഓക്കെ, എനിവേ, അപ്പോൾ ഇവിടെ ഇനി സ്മോൾ എമ്മിനും ക്യാപ് എമ്മിനും ഇടയ്ക്കുള്ള ഒരു റിയൽ നമ്പർ പരിഗണിച്ചോളൂ. ഇവിടെ ഞാനൊരു റിയൽ നമ്പർ എടുക്കുന്നു. സപ്പോസ് ദിസ് ഇസ്, അതിനെ ഞാൻ സി എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഈ സിയും ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ആയിട്ട് വരുന്നതായി കാണുന്നില്ലേ? അതായത് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിപ്പോൾ ഒരു ഹൊറിസോണ്ടൽ സെഗ്മെൻറ്റ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം അത് ഗ്രാഫിനെ 3 സ്ഥലത്ത് കട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഏതൊക്കെ പോയിന്റിലാണ്? ഇവിടെ ഒരു പോയിന്റിൽ അതിന് ഞാൻ x1 എന്ന് വിളിക്കുന്നു. ഈ പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ട്, അതിന് x2 എന്ന് വിളിക്കാം. ഈ പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ട്, x3 എന്ന് വിളിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് x1ൻ്റെ വാല്യൂ സി ആണ്, എഫ് ഓഫ് x2ൻ്റെ വാല്യൂം സി, എഫ് ഓഫ് x2ഉം സി ആണ്, എഫ് ഓഫ് x3യും സി തന്നെയാണ് അല്ലേ? ഇപ്പോൾ സി എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ വാല്യൂ തന്നെ ആയിട്ട് വരുന്നുണ്ട്. ഈ സി നമ്മൾ ചൂസ് ചെയ്തത് സ്മോൾ എമ്മിനും ക്യാപ് എമ്മിനും ഇടയ്ക്കുള്ള, അതായത് ഈ ഫംഗ്ഷൻ്റെ തന്നെ വാല്യൂസ് ആയിട്ട് വരുന്ന രണ്ട് വാല്യൂസിന് ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആണ്. ഇതാണ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ ഡൊമൈനായിട്ട് വരുമ്പോൾ അതിൻ്റെ രണ്ട് വാല്യൂസിന് ഇടയ്ക്കുള്ള ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള എല്ലാ റിയൽ നമ്പറുകളും ആ ഫംഗ്ഷൻ്റെ തന്നെ വാല്യൂ ആയിട്ട് വരും എന്നുള്ളതാണ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ പ്രാക്ടിക്കലി ചിന്തിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു പാത്തിലൂടെ നമ്മൾ മൂവ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു വെഹിക്കിളിൽ നമ്മൾ മൂവ് ചെയ്യുന്നു, ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. സി ഫോർ എക്സാമ്പിൾ നമ്മൾ അയാളുടെ ആ വെഹിക്കിളിൻ്റെ മിനിമം സ്പീഡ് മാക്സിമം സ്പീഡ് നമ്മൾ ഒബ്സർവ് ചെയ്തു എന്ന് വയ്ക്കാം. സി ഫോർ എക്സാമ്പിൾ മിനിമം സ്പീഡ് 20 ആണ്, മാക്സിമം സ്പീഡ് സേ ഒരു 90 ആണെന്ന് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 20-90 എന്ന് പറയുന്ന ഈ രണ്ട് സ്പീഡുകൾക്ക് ഇടയ്ക്കുള്ള ഒരു സ്പീഡ്, ഒരു നമ്പർ സേ 60 km/h എന്ന് പറയുന്ന ഒരു സ്പീഡ് അയാൾ അറ്റൈൻ ചെയ്തിട്ടുണ്ടാവില്ലേ? ഉറപ്പായിട്ടും അറ്റൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ 20 km/h എന്ന് പറയുന്ന ആ സ്പീഡ് 20യിൽ നിന്ന് 90യിലേക്ക് ഇൻക്രീസ് ചെയ്യുന്ന പാത്തിൽ ഉറപ്പായിട്ടും അവിടെ 60 km പാസ് ചെയ്തിരിക്കണം, അല്ലാതെ ഒരിക്കലും 90യിലേക്ക് എത്താൻ പറ്റില്ല. ഓക്കെ, അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പോൾ ഈ സ്മോൾ എമ്മിനും ക്യാപ് എമ്മിനും ഇടയ്ക്കുള്ള ഈ സി എന്ന് പറയുന്ന വാല്യൂ ഈ ഫംഗ്ഷൻ എടുത്തില്ല എന്ന് വന്നാൽ എന്താ സംഭവിക്കുക? ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റിക്ക് പ്രോബ്ലം ഉണ്ടാവും അല്ലേ? ഇവിടെ ഈ സി എന്ന് പറയുന്ന വാല്യൂ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫിൽ ഇല്ലാത്തൊരു വാല്യൂ ആണ് എന്ന് വന്നാൽ എന്ത് സംഭവിക്കും? ഈ സിയോട് അടുക്കുന്ന സമയത്ത് സി എന്ന് പറയുന്ന വാല്യൂ ഫംഗ്ഷൻ എടുക്കുന്നില്ലല്ലോ. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ പോയി ഇവിടെ സ്റ്റക്കായി നിൽക്കും, പിന്നെ ഒരു ജമ്പിങ് ആണ് അടുത്ത ഭാഗത്തേക്ക് അല്ലേ? അപ്പോൾ ഈ പോയിന്റ് എത്തുമ്പോൾ അത് സ്റ്റക്കായി നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഡൗൺ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ വന്ന് ഇവിടെ വീണ്ടും ഒരു ബ്രേക്ക് ഡൗൺ വരും. ഓക്കെ, അപ്പോൾ സി എന്ന് പറയുന്ന വാല്യൂ ഈ ഫംഗ്ഷൻ എടുത്തില്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂറ്റി മിസ്സായി പോകും. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂറ്റി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ ഡൊമൈനായിട്ട് വരുമ്പോൾ അതിൻ്റെ ഏത് രണ്ട് വാല്യൂസിന് ഇടയ്ക്കുള്ള ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള എല്ലാ വാല്യൂസും, എല്ലാ റിയൽ നമ്പറുകളും ആ ഫംഗ്ഷൻ്റെ തന്നെ വാല്യൂ ആയിരിക്കും. ഇതാണ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടിയുടെ കോൺസെപ്റ്റ്. ഓക്കെ, നമുക്ക് എക്സാക്ട് സ്റ്റേറ്റ്മെൻറ്റ് കാണാം. See the statement, the intermediate value theorem. If f is a continuous function on a closed interval ab,
and m is any number between f of a and f of b, then there is at least one number c in the interval ab such that f of c equal to m. അപ്പോൾ എഫ് ഓഫ് എക്കും എഫ് ഓഫ് ബിക്കും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആണ് എന്നെങ്കിൽ ഈ എഫ് ഓഫ് എ എഫ് ഓഫ് ബി എന്ന് പറയുന്നത് ഈ ഫംഗ്ഷന്റെ തന്നെ വാല്യൂസ് ആണ്. എയിലുള്ള വാല്യൂ ആണ് എഫ് ഓഫ് എ, ബിയിലുള്ള വാല്യൂ ആണ് എഫ് ഓഫ് ബി. അപ്പോൾ ഫംഗ്ഷന്റെ രണ്ട് വാല്യൂസിന് ഇടയ്ക്കുള്ള ഒരു ഇന്റർമീഡിയറ്റ് വാല്യൂ ആണ്, ഒരു ഇന്റർമീഡിയറ്റ് റിയൽ നമ്പർ ആണ് എം എന്ന് പറയുന്നത്. ആ ഇന്റർമീഡിയറ്റ് റിയൽ നമ്പറും അതേ ഫംഗ്ഷന്റെ തന്നെ വാല്യൂ ആയിരിക്കുമെന്നാണ് ഈ തിയറം നമ്മളോട് പറയുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്കും എഫ് ഓഫ് ബിക്കും ഇടയ്ക്കുള്ള ഒരു റിയൽ നമ്പർ എം നമ്മൾ എടുത്താൽ ആ എം വാല്യൂ ആയിട്ട് തരുന്ന ഒരു പോയിന്റ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ പോയിന്റ് സി ഇൻ ദി ഇന്റർവെൽ എ ബി സച്ച് ദാറ്റ് എഫ് ഓഫ് സി ഈക്വൽ ടു എം. ഇതിൽ ആദ്യത്തെ ഫിഗറിൽ നമുക്ക് ഒരു സി എ കാണാൻ പറ്റുന്നുള്ളൂ അല്ലേ. എം എന്ന് പറയുന്ന വാല്യൂ പിന്നെ ഫംഗ്ഷൻ എടുക്കുന്നുണ്ടോ എന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി, എമ്മിലൂടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. ഓക്കെ, എമ്മിലൂടെ എം ഹൈറ്റിലുള്ള ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ അത് ഗ്രാഫിനെ കട്ട് ചെയ്യുന്ന മീറ്റ് ചെയ്യുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് കോർഡിനേറ്റ് ആ പോയിന്റിലായിരിക്കും എഫിന്റെ വാല്യൂ എം വരുന്നത്. ഇപ്പോൾ ഇവിടെ സി എന്ന് പറയുന്നത് ഒരെണ്ണമാണ് വരുന്നത്, ഒരു പോയിന്റ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷെ അടുത്ത ഗ്രാഫിൽ നമുക്ക് ഈ എം എന്ന് പറയുന്ന റിയൽ നമ്പർ എഫ് ഓഫ് എക്കും എഫ് ഓഫ് ബിക്കും ഇടയ്ക്കുള്ള ഈ എം എന്ന് പറയുന്ന റിയൽ നമ്പർ നമുക്ക് 3 പോയിന്റിൽ അസ്യൂം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ഈ ഫംഗ്ഷൻ. കാരണം ഈ എം ഹൈറ്റിൽ ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ഗ്രാഫിനെ ഈ 3 പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് കോർഡിനേറ്റ് C1, C2, C3 ഈ 3 പോയിന്റിലും എഫിന്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും, എം തന്നെയായിരിക്കും. അപ്പോൾ അതാണ് ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ നമ്പർ എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ റിയൽ നമ്പറുകളിൽ പോയിന്റുകളിൽ ഈ വാല്യൂ അറ്റൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചുരുങ്ങിയത് ഒരു പോയിന്റെങ്കിലും നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ഡൊമൈൻ ഇന്റർവെൽ ആണെങ്കിൽ അതിന്റെ ഏത് രണ്ട് വാല്യൂസിന് ഇടയ്ക്കുള്ള റിയൽ നമ്പറുകളെല്ലാം, അതായത് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള റിയൽ നമ്പറുകളെല്ലാം അതേ ഫംഗ്ഷന്റെ തന്നെ വാല്യൂസ് ആണ് എന്നുള്ളതാണ് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മളോട് പറയുന്നത്. സീ ദ പ്രോബ്ലം. ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല, -1 എന്ന് പറയുന്ന ഇന്റർവെൽ കണ്ടിന്യൂസ് അല്ല എന്ന് കാണിക്കണം. ആൻഡ് എഫ് ഡസ് നോട്ട് ടേക്ക് ഓൺ ഓൾ വാല്യൂസ് ബിറ്റ്വീൻ എഫ് ഓഫ് -1 ആൻഡ് എഫ് ഓഫ് +1. അപ്പോൾ ഇത് കണ്ടിന്യൂസ് അല്ല എന്നുള്ളത് ഈ ഗ്രാഫിൽ തന്നെ വളരെ വ്യക്തമല്ലേ. കാരണം സീറോയിൽ കണ്ടിന്യൂറ്റി, സീറോ വരുമ്പോൾ ഒരു ജമ്പിങ് അല്ലേ സംഭവിക്കുന്നത്. സോ ഇറ്റ് ഹാസ് എ ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റി അറ്റ് സീറോ. അത് ഈ ഫംഗ്ഷന്റെ എക്സ്പ്രഷനിൽ നിന്നും വ്യക്തമാണ്. കാരണം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും ഈക്വൽ അല്ലാതെ വരുന്നത് കാണാൻ പറ്റും. നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. സോ ഫോർ ദ പാർട്ട് എ ലെറ്റ്സ് കമ്പ്യൂട്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് 0. ഓക്കെ, എന്താണ് വരിക? സീറോയുടെ റൈറ്റ് സൈഡിൽ ഫംഗ്ഷന്റെ എക്സ്പ്രഷൻ x+1 ആണ്. സോ ലിമിറ്റ് ഓഫ് ദിസ് x+1 ആസ് എക്സ്റ്റെൻസ് ടു 0, ദറ്റ് ഈസ് 1. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 1 ആണ്. ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണ് വരിക? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സീറോയുടെ ലെഫ്റ്റ് സൈഡിൽ എഫ് ഓഫ് എക്സിന്റെ എക്സ്പ്രഷൻ -x² ആണ്. ആൻഡ് ടേക്ക് ലിമിറ്റ് ആസ് എക്സ്റ്റെൻസ് ടു 0. ലിമിറ്റ് ആസ് എക്സ്റ്റെൻസ് ടു 0 എന്ന് പറയുന്നത് എന്താണ് വരിക? ഇറ്റ് ഈസ് 0. ഓക്കെ, സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ഈസ് 0. സോ LH ലിമിറ്റ് RH ലിമിറ്റും ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ. ഓക്കെ, means limit does not exist. This implies that limit extends to 0 f of x does not exist. It exists ചെയ്യുന്നില്ല. Okay, this implies that f of x is discontinuous at 0, so that it is discontinuous on the segment -1, 1 അല്ലേ. കാരണം എന്താ, -1, 1 എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ ഉള്ള ഒരു പോയിന്റ് ആണ് 0. അപ്പോൾ സീറോയിൽ ഡിസ്കണ്ടിന്യൂറ്റി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൊമൈനിൽ നമുക്ക് ഡിസ്കണ്ടിന്യൂസ് ആണ് എന്ന് പറയാൻ പറ്റും. -1 മുതൽ 1 വരെയുള്ള ആ ഇന്റർവെല്ലിലും ഡിസ്കണ്ടിന്യൂസ് ആണ് എന്ന് പറയാൻ പറ്റും. ഒരു ഇന്റർവെല്ലിൽ ഡിസ്കണ്ടിന്യൂസ് ആവാന്ന് പറയുമ്പോൾ ഇന്റർവെല്ലിലുള്ള ഏതോ പോയിന്റിൽ ഒന്നിലധികം പോയിന്റിലോ ഡിസ്കണ്ടിന്യൂറ്റി വരുന്നു എന്നാണ് അതിന്റെ താല്പര്യം. ഓക്കെ, അപ്പോൾ -1 മുതൽ +1 വരെയുള്ള പോയിന്റുകളിൽ 0 എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമാണ് ഇവിടെ ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത്. എങ്കിലും നമ്മൾ എന്ത് പറയും? ഈ ഇന്റർവെല്ലിൽ അത് ഡിസ്കണ്ടിന്യൂസ് ആണ്, ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ് എന്ന് പറയും. അപ്പോൾ ഒരു ഡൊമൈനിൽ ഡിസ്കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർവെല്ലിൽ ഡിസ്കണ്ടിന്യൂസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇന്റർവെല്ലിലുള്ള എല്ലാ പോയിന്റിലും ഡിസ്കണ്ടിന്യൂസ് ആവുക എന്നല്ല, ആ ഇന്റർവെല്ലിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ, ചുരുങ്ങിയതൊരു പോയിന്റിലെങ്കിലും ഡിസ്കണ്ടിന്യൂസ് ആയാൽ മതി. പക്ഷേ ഒരു ഇന്റർവെല്ലിൽ ത്രൂ ആയിട്ട് കണ്ടിന്യൂസ് ആണ് എന്ന് പറയണമെങ്കിൽ ആ ഇന്റർവെല്ലിലുള്ള എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആവണം. പക്ഷേ ഡിസ്കണ്ടിന്യൂറ്റിക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഡിസ്കണ്ടിന്യൂറ്റി വന്നാൽ നമുക്ക് പറയാം ആ ഡൊമൈനിൽ
ആ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അപ്പോൾ പാർട്ട് എ നമ്മളത് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇനി പാർട്ട് ബി, ഷോ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഓൺ ഓൾ വാല്യൂസ് ബിറ്റ്വീൻ എഫ് ഓഫ് -1 ആൻഡ് എഫ് ഓഫ് +1. നമുക്ക് ആദ്യം ഇവിടെ എഫ് ഓഫ് -1 എഫ് ഓഫ് +1 എന്ന് എഴുതി നോക്കാം. വാട്ട് ഈസ് എഫ് ഓഫ് -1? വി ഹാവ് എഫ് ഓഫ് -1 ഈക്വൽ ടു, ഗ്രാഫിൽ നോക്കി പറയും, അല്ലെങ്കിൽ ഫംഗ്ഷൻ നോക്കി പറയും. -1 എന്ന് പറയുന്നത് ഇവിടെയാണല്ലോ കിടക്കുന്നത്. അപ്പോൾ ഇതിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. -1² എന്ന് പറയുമ്പോൾ -1. നമുക്ക് ഗ്രാഫിൽ നിന്നും വ്യക്തമാണ് -1ലുള്ള ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. സോ ദ എഫ് ഓഫ് -1 ഈസ് -1. വാട്ട് ഈസ് എഫ് ഓഫ് 1? 1 എന്ന് പറയുന്ന ഇൻപുട്ട് വാല്യൂ കിടക്കുന്നത് ഇവിടെയാണ് അല്ലേ. അപ്പോൾ 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 + 1 2. സോ എഫ് ഓഫ് 1 ഈസ് 2. ഓക്കെ, ഈ -1നും 2നും ഇടയ്ക്കുള്ള എല്ലാ വാല്യൂസും എടുക്കുന്നില്ല എന്നുള്ളത് ഗ്രാഫിൽ നിന്ന് വ്യക്തമാണ്. നോക്കൂ, -1നും 2നും ഇടയ്ക്കാണ്, 0ക്കും 1നും ഇടയ്ക്കുള്ള എല്ലാ വാല്യൂസും. അപ്പോൾ ഇവിടെ നമ്മളൊരു വാല്യൂ ഫിക്സ് ചെയ്താൽ, സേ ഒരു ഹാഫ് എന്ന് പറയുന്ന 1/2 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ എടുക്കുകയാണെങ്കിൽ, റിയൽ നമ്പർ എടുക്കുകയാണെങ്കിൽ, അത് ഈ ഫംഗ്ഷന്റെ വാല്യൂ ആയിട്ട് വരുന്നില്ല. ഓക്കെ, സോ consider the real number 1/2 that belongs to -1, 2. Okay, between -1 and 2. The function does not assume this value. ഈ വാല്യൂ ഈ ഫംഗ്ഷൻ അസ്യൂം ചെയ്യുന്നില്ല എന്നുള്ളത് ഈ ഗ്രാഫിൽ നിന്ന് വളരെ എവിഡന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിന്റെ മറ്റൊരു കോൺസിക്വൻസ് നമുക്ക് നോക്കാം. ഇവിടെ ഈ ഗ്രാഫിനൊന്ന് ശ്രദ്ധിക്കൂ. ഈ ഗ്രാഫിൽ എയിൽ ഫംഗ്ഷന്റെ വാല്യൂ എഫ് ഓഫ് എ അത് പോസിറ്റീവ് ആണ്. ഓക്കെ, ബിയിൽ ഫംഗ്ഷന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. കാരണം 0യുടെ താഴെയാണല്ലോ വാല്യൂ മാർക്ക് ചെയ്തിരിക്കുന്നത്. എഫ് ഓഫ് എ പോസിറ്റീവ്, ഇവിടെ എഫ് ഓഫ് ബി നെഗറ്റീവ് ആണ്. അപ്പോൾ ഇതിലൂടെ നമ്മൾ ഈ കർവിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത്, ഈ കർവിലൂടെ പാസ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ഉറപ്പായി നമ്മൾ ഈ എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്തിരിക്കും, ഉറപ്പല്ലേ. അതുപോലെ ഇവിടെ നോക്കൂ, ഇവിടെ എഫ് ഓഫ് എ നെഗറ്റീവ് ആണ്, എയിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ നെഗറ്റീവ് ആണ്, ബിയിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ കർവിലൂടെ നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യും. പക്ഷെ ഇവിടെ ക്രോസ് ചെയ്യുന്ന 3 പോയിന്റുകളുണ്ട്. അതായത് എഫ് ഓഫ് എ എന്ന് പറയുന്ന വാല്യൂവിൽ നിന്ന് എഫ് ഓഫ് ബി എന്ന് പറയുന്ന വാല്യൂവിലേക്ക് ഈ കർവിലൂടെ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ 3 തവണ എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു തവണ എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യുന്നുണ്ട്. എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യാതെ ഈ എഫ് ഓഫ് എ എന്നുള്ള ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് എത്താൻ പറ്റുമോ? ഇല്ല, കണ്ടിന്യൂസ് ആയിട്ട് എത്താൻ പറ്റില്ല. ക്രോസ് ചെയ്യാതെ എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടി പോകണം, ജമ്പ് ചെയ്യണം. അപ്പോൾ പിന്നെ ക്രോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് പോവുക. ഓക്കെ, എന്താണ് ഈ എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യുന്ന പോയിന്റുകൾക്ക് എന്താ പ്രത്യേകത? അവിടെ ഫംഗ്ഷന്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, എക്സ് ആക്സിസിലുള്ള പോയിന്റിൽ എക്സ് ആക്സിസിലൂടെ ക്രോസ് ചെയ്യുന്ന ഒരു ഗ്രാഫ് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഫംഗ്ഷന്റെ വാല്യൂ 0 ആയിരിക്കും. അവിടെ y വാല്യൂ 0 ആണല്ലോ എക്സ് ആക്സിസ്. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷന്റെ 2 വാല്യൂസിൽ ഒരാൾ പോസിറ്റീവും ഒരാൾ നെഗറ്റീവും ആണെങ്കിൽ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം പറയുന്നത് എന്താണ്? 2 വാല്യൂസിനിടയ്ക്കുള്ള റിയൽ നമ്പറുകളൊക്കെ ആ ഫംഗ്ഷന്റെ തന്നെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ വാല്യൂ ആവും എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഒരു പോസിറ്റീവ് വാല്യൂ എടുക്കുന്നു, ഒരു നെഗറ്റീവ് വാല്യൂ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ പോസിറ്റീവ് വാല്യൂവിനും നെഗറ്റീവ് വാല്യൂവിനും ഇടയ്ക്കുള്ള ആളാണല്ലോ ഈ 0 എന്ന് പറയുന്നത്. ഈ 0 എന്നുള്ള വാല്യൂ ആ ഫംഗ്ഷന്റെ തന്നെ വാല്യൂ ആയിരിക്കണം, കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിന്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെല്ലിൽ ഒരേ സമയം പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും ആ കണ്ടിന്യൂസ് ഫംഗ്ഷന് ഒരു 0 ഉണ്ടായിരിക്കും. ഒരു 0 ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ 0 ആക്കുന്ന ഒരു പോയിന്റ് ഉണ്ടാകും. അപ്പൊ ഇവിടെ ഈ കർവിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫംഗ്ഷന്റെ 0 എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന പോയിന്റിൽ അതിനൊരു 0 ഉണ്ട്. ഈ ഗ്രാഫിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫംഗ്ഷന് C1, C2, C3 ഈ 3 പോയിന്റുകളിൽ സീറോസ് ഉണ്ട്. Okay, now read the theorem. Existence of zeros of a continuous function. If f is a continuous function on a closed interval ab and f of a and f of b have opposite signs. Okay, എന്ന് പറഞ്ഞാൽ f of a പോസിറ്റീവ് ആണെങ്കിൽ f of b നെഗറ്റീവ് ആവുക, f of a നെഗറ്റീവ് ആണെങ്കിൽ f of b പോസിറ്റീവ് ആവുക. ഇവിടെ നമ്മൾ ആദ്യത്തെ ഫിഗറിൽ f of a പോസിറ്റീവും f of b നെഗറ്റീവുമാണ്, രണ്ടാമത്തേതിൽ f of a നെഗറ്റീവും f of b പോസിറ്റീവുമാണ്. എനിവേ ഓപ്പോസിറ്റ് സൈൻഡ് ആയിട്ടുള്ള 2 വാല്യൂസ് ആണ് f of a യും f of b യും എങ്കിൽ then the equation f of x equal to 0 has at least one solution in the interval ab. ഈ ഇന്റർവെൽ ab യിൽ
എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോയ്ക്ക് ഒരു സൊല്യൂഷൻ ഉറപ്പായിട്ടും ഉണ്ടാകും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോയ്ക്ക് സൊല്യൂഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എഫിൻ്റെ വാല്യൂ സീറോ ആക്കുന്ന ചുരുങ്ങിയ ഒരു പോയിന്റെങ്കിലും ഈ ഡൊമൈൻ ഇൻ്റർവെല്ലിൽ ഉണ്ടാകും. അങ്ങനെയുള്ള പോയിന്റുകളെയാണ് ആ ഫംഗ്ഷൻ്റെ സീറോസ് എന്ന് വിളിക്കുക. Means the function f has at least one zero in the interval ab. Okay. Okay, now see the problem. Let f of x equal to x square. Use the intermediate value theorem to prove that there is a number c in the interval 0 to 2 such that f of c equal to 2. Okay. ഈ ഫംഗ്ഷന് 2 എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിട്ട് വരും. അതാണ് നമുക്ക് കാണിക്കേണ്ടത്. 0ക്കും 2നും ഇടയ്ക്ക് ഒരു പോയിന്റിൽ ഈ ഫംഗ്ഷന്റെ വാല്യൂ 2 ആയിട്ട് മാറും എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം അനുസരിച്ച് അത് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി? ആദ്യം നമുക്ക് ഈ ഫംഗ്ഷൻ ഈ ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കണം. രണ്ടാമത് ഈ ഇന്റർവെല്ലിൽ 2 എന്ന് പറയുന്നത് ഒരു ഇന്റർമീഡിയറ്റ് വാല്യൂ ആയിട്ട് വരുന്നുണ്ടോ എന്ന് കൂടെ നോക്കണം. എന്ന് പറഞ്ഞാൽ ഈ 2 എന്ന് പറയുന്ന ഈ റിയൽ നമ്പർ ഈ ഫംഗ്ഷന്റെ ഈ ഇന്റർവെല്ലിൽ ഈ ഫംഗ്ഷൻ എടുക്കുന്ന രണ്ട് വാല്യൂസിന് ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആണോ 2 എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 2 എന്ന് പറയുന്ന വാല്യൂ ഈ ഫംഗ്ഷൻ എടുക്കും എന്ന് പറയാം. ഓക്കെ, നമുക്ക് കണ്ടിന്യൂറ്റിയെ കുറിച്ച് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ല, ബിക്കോസ് ഇറ്റ്സ് എ പോളിനോമിയൽ. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. സോ ഇൻ പെർട്ടിക്കുലർ ഈ ഇന്റർവെല്ലിലും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. സോ വി ബിഗിൻ വിത്ത് ദാറ്റ്. ഓക്കെ, സോ സൊല്യൂഷൻ the function f of x equal to x square is continuous on the interval 0 to 2. Why? Because it's a polynomial. Because it is a polynomial. Okay. Also, what is the value of f at 0? It is 0 square, that is 0. And value of f at 2 is 2 square, 4. Okay. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഈ ഇന്റർവെല്ലിൽ ഈ ഫംഗ്ഷൻ 0, 4 ഈ രണ്ട് വാല്യൂസ് അസ്യൂം ചെയ്യുന്നുണ്ട് അല്ലേ? ഈ 0ക്കും 4നും ഇടയ്ക്കല്ലേ നമ്മുടെ ഈ 2 എന്ന് പറയുന്ന പോയിന്റ് വാല്യൂ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ഈസ് ആൻ ഇന്റർമീഡിയറ്റ് വാല്യൂ. അപ്പോൾ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള എല്ലാ വാല്യൂ ഫംഗ്ഷന്റെ വാല്യൂ തന്നെ ആയിരിക്കും അക്കോർഡിംഗ് ടു ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം. ഓക്കെ, സിൻസ് 2 belongs to 0, 4, interval 0, 4 means 2 is a real number between 0 and 4, and f is continuous. Okay, and f is continuous, comma, by intermediate value theorem f must take the value 2. That means there must exist a real number, c in the interval 0 to 2 such that f of c equal to 2. Okay, അപ്പോൾ f of c equal to 2 ആവുന്ന രീതിയിൽ ഒരു സി ഉണ്ടാകും അക്കോർഡിംഗ് ടു ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം. ഈ എഫ് ഓഫ് സി ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കുക, ഇവിടെ എഫ് ഓഫ് സി എന്ന് പറയുന്നത് സി സ്ക്വയർ ആണ് അല്ലേ? എഫ് ഓഫ് സി ഈക്വൽ ടു 2 മീൻസ് സി സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ 2 ആവുന്ന ഒരു റിയൽ നമ്പർ ഉണ്ടാകും. സ്ക്വയർ 2 ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഹാസ് ടു ബി √2. ഓക്കെ, അപ്പോൾ സ്ക്വയർ 2 ആകുമ്പോൾ ആ നമ്പർ ഏതായിരിക്കണം? √2 ആയിരിക്കണം. അപ്പോൾ √2 എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കണ്ടത് ഇപ്പോൾ. ഓക്കെ, അതിനെ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ പൊളിനോമിയൽ ഫംഗ്ഷൻ്റെ വാല്യൂ ആയിട്ട് കണക്ട് ചെയ്ത് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാം √2 is a real number. Okay, so we have established the existence of square root of 2. Okay, look at the next problem. ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അത് പോളിനോമിയൽ ആണ്. പോളിനോമിയൽ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയാം. Show that there is at least one number c in the interval 0 to 2 such that f of c equal to 12. ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം ഉപയോഗിച്ചാൽ മതി അല്ലേ? അപ്പോൾ f of 0 കമ്പ്യൂട്ട് ചെയ്യുക, f of 2 കമ്പ്യൂട്ട് ചെയ്യുക. ആ രണ്ട് വാല്യൂസിന് ഇടയ്ക്കുള്ളൊരു വാല്യൂ ആണ് 12 എന്ന് കാണിച്ചാൽ മതി. അതല്ലെങ്കിൽ മറ്റൊരു രീതിയിലും ചെയ്യാം ഇതിന്. അതായത് f of c equal to 12 എന്ന് പറയുമ്പോഴേ ഞാൻ g of x equal to f of x minus 12 എന്ന് വിളിക്കുക. ഓക്കെ, ഇങ്ങനെ വിളിക്കുക.
ഇങ്ങനെ വിളിക്കുമ്പോൾ എഫ് ഓഫ് സി ഈക്വൽ ടു 12 ആകുമ്പോൾ ജി ഓഫ് സി ഈക്വൽ ടു 0 ആകും. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി? ഈ ജി ഓഫ് എക്സ് 0 ആവുന്ന പോയിന്റിൽ എഫ് ഓഫ് എക്സ് 12നോട് ഈക്വൽ ആവും. അപ്പോൾ എഫ് ഓഫ് സി ഈക്വൽ ടു 12 ആകുന്ന രീതിയിലുള്ള ഒരു സി ഉണ്ടെന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതിയാകും? ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷന് ഒരു 0 ഉണ്ട്, 0ക്കും 2നും ഇടയ്ക്ക് ഒരു 0 ഉണ്ട് എന്ന് കാണിച്ചാൽ മതി. ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷന് 0 ഉണ്ടെന്ന് കാണിക്കാൻ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം സജസ്റ്റ് ചെയ്യുന്നത് ആ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓപ്പോസിറ്റ് സൈഡ് വാല്യൂസ് എടുക്കുന്നുണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് മൈനസ് 12 എന്ന് പറയുന്ന ഈ ഫംഗ്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ജി ഓഫ് എക്സിന് 0 ഉണ്ടോ നോക്കിയാൽ മതി. എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സ് 0യിലും 2ലും ഈ ഇന്റർവെലിന്റെ എൻഡ് പോയിന്റിൽ ഓപ്പോസിറ്റ് സൈഡ് ആണോ നോക്കുക. സോ ജി ഓഫ് 0 കമ്പ്യൂട്ട് ചെയ്യുക, ജി ഓഫ് 2 കമ്പ്യൂട്ട് ചെയ്യുക. ഓക്കെ, ജി ഓഫ് 0യും ജി ഓഫ് 2യും കമ്പ്യൂട്ട് ചെയ്ത് അവർ രണ്ടുപേരും ഓപ്പോസിറ്റ് സൈഡ് ആണെന്ന് കൺഫേം ചെയ്താൽ നമുക്ക് എന്ത് പറയാം? ഇന്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി അനുസരിച്ച് അല്ലെങ്കിൽ ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം അനുസരിച്ച് ഈ ജിക്ക് ഒരു 0 ഉണ്ടാകും. ആ 0 പോയിന്റ് എഫ് ഓഫ് എക്സ് 12നോട് ഈക്വൽ ആവുന്ന പോയിന്റ് ആവുകയും ചെയ്യും. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കും. അടുത്ത പ്രോബ്ലം ഇതുപോലെയുള്ള പ്രോബ്ലം തന്നെയാണ്. 0, 1 എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ ഈ ഫംഗ്ഷന് √2 എന്നുള്ള വാല്യൂ എടുക്കുന്ന ഒരു പോയിന്റ് ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2 ഒരു ഇന്റർമീഡിയറ്റ് വാല്യൂ ആണെന്ന് കാണിക്കാം. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് 0ക്കും എഫ് ഓഫ് 1നും ഇടയ്ക്കാണ് √2 എന്നൊക്കെ കാണിക്കുക. അപ്പോൾ അവിടെ ചിലപ്പോൾ കമ്പാരിസണിന് ഇവിടെ കുറച്ച് പ്രയാസം ഉണ്ടാവും. ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റണമെന്നില്ല. ആ സിറ്റുവേഷനിൽ ഈ രൂപത്തിൽ ചെയ്താൽ മതി. ഇവിടെ ഏത് ഫംഗ്ഷൻ പരിഗണിക്കുക? ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് √2 എന്ന് പറയുന്ന ഫംഗ്ഷൻ പരിഗണിക്കുക. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് സി √2 ആവുന്ന സി എന്ന് പറയുന്ന പോയിന്റ് ജിക്ക് 0 ആകും. ഓക്കെ, അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് √2 ആവുന്ന പോയിന്റുകൾ കാണാൻ എന്ത് ചെയ്താൽ മതി? ജി ഓഫ് എക്സ് 0 ആവുന്ന പോയിന്റുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഈ ഇന്റർവെല്ലിൽ 2 പോയിന്റിൽ ഓപ്പോസിറ്റ് സൈഡ് ആയിട്ട് എടുക്കുന്നുണ്ടോ? ജി ഓഫ് 0യും ജി ഓഫ് 1ഉം കമ്പ്യൂട്ട് ചെയ്യുക. അവർ ഓപ്പോസിറ്റ് സൈഡ് ആണെന്ന് കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? 0ക്കും 1നും ഇടയ്ക്ക് ജി ഓഫ് എക്സ് 0 ആകുന്ന ഒരു പോയിന്റ് ഉണ്ടാകും. ആ പോയിന്റ് ആയിരിക്കും, ആ പോയിന്റ് എന്ന് പറയുമ്പോൾ അവിടെ എഫ് ഓഫ് സി മൈനസ് √2 ഈക്വൽ ടു 0 ആയിരിക്കും. അതാണ് എഫ് ഓഫ് സി ഈക്വൽ ടു √2 ആയിട്ട് മാറുന്നത്. ഓക്കെ, അടുത്ത പ്രോബ്ലം, ഡസ് എഫ് ഹാവ് എ 0 ഇൻ ദ ഇന്റർവെൽ -2 to? ഇവിടെ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ഇത് -2 മുതൽ 2 വരെയുള്ള ഈ ഇന്റർവെല്ലിൽ ഇതിനൊരു 0 ഉണ്ടോ എന്നാണ് ചോദ്യം. എക്സ്പ്ലെയിൻ യുവർ ആൻസർ. എങ്ങനെയാണെന്ന് ചെയ്യാം? -2 to 2ൽ ഇത് കണ്ടിന്യൂസ് ആണോ എന്ന് ആദ്യം കൺഫേം ചെയ്യണം. ഓക്കെ, കണ്ടിന്യൂറ്റിക്ക് 0യുടെ ലെഫ്റ്റ് സൈഡിൽ കുഴപ്പമൊന്നുമില്ല, പോളിനോമിയലാണ്. 0യുടെ റൈറ്റ് സൈഡിലും കുഴപ്പമില്ല, പോളിനോമിയലാണ്. ഇപ്പോൾ 0 എന്ന് പറയുന്ന പോയിന്റിൽ പ്രത്യേകം അതിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും 0യിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ ഒക്കെ നോക്കി 0യിലുള്ള കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. ഓക്കെ, കണ്ടിന്യൂറ്റി ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂറ്റി വേണമല്ലോ. അതിനുശേഷം എന്ത് ചെയ്യുക? -2 to 2ൽ ഇത് ഓപ്പോസിറ്റ് സൈഡിൻ്റെ വാല്യൂസ് എടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ -2നും 2നും ഇടയ്ക്ക് ഇതിനെന്തുണ്ടാവും? ഒരു 0 ഉണ്ടാവും. അപ്പോൾ -2ൽ ഇതിൻ്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക, +2ലെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക. -2ലെയും +2ലെയും വാല്യൂ ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു 0 ഉറപ്പായും ഉണ്ടാകും. ഓക്കെ, അടുത്ത സെറ്റ് ഓഫ് പ്രോബ്ലംസ് നോക്കൂ. ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഒരു വാല്യൂ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ വാല്യൂ എടുക്കുന്ന പോയിന്റ് ഏതാണെന്ന് കാണാനാണ് ചോദ്യം. അപ്പോൾ എഫ് ഓഫ് സി ഈക്വൽ ടു എം, എഫ് ഓഫ് സി ഈക്വൽ ടു എം എന്നുള്ളത് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ആദ്യത്തെ കേസിൽ എഫ് ഓഫ് സി ഈക്വൽ ടു എം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? c² - c + 1 = 7 എന്ന് കിട്ടും അല്ലേ? ഇക്വലൻ്റ്ലി c² - c + 1 - 7, അതായത് -6 = 0. ഓക്കെ, അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ അല്ലേ? ഇതിന് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. c - 3 × c + 2, ഇതാണല്ലോ ഫാക്ടറൈസേഷൻ, = 0. ദാറ്റ് മീൻസ് c ഹാസ് ടു ബി 3 or -2. ഈ രണ്ട് പോയിന്റിലും ഇത് ശരിയാണ്. പക്ഷേ ഈ 3 - 2 എന്നുള്ള ഈ രണ്ട് പോയിന്റിൽ -1, 4 എന്ന് പറയുന്ന ഇന്റർവെല്ലിലുള്ള പോയിന്റ് ഏതാണ്? അത് 3 ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് ദി c വാല്യൂ? c വാല്യൂ ഇസ് 3 ഈ പ്രോബ്ലത്തിൽ. സോ എഫ് ഓഫ് 3 = 7 എന്ന് പറയാൻ പറ്റും. ഇതുപോലെ ബാക്കിയുള്ളത് ചെയ്ത് നോക്കാം. ഓക്കെ, 60th പ്രോബ്ലം ക്വാഡ്രാറ്റിക് ആണ്. 61th പ്രോബ്ലം അതിനെ ഫംഗ്ഷൻ ക്യൂബിക് പോളിനോമിയലാണ്. ക്യൂബിക് പോളിനോമിയൽ ആകുമ്പോൾ അതിൻ്റെ ഒരു റൂട്ട് ട്രയൽ ആൻഡ് എറർ വെച്ച് കണ്ടിട്ട് അതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. അത് ലോവർ ക്ലാസ്സുകളിൽ നമ്മളത് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം. കിട്ടുന്നില്ലെങ്കിൽ പറയാം, നമുക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത പ്രോബ്ലം
ഇതിനെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി ഈക്വൽ ടു എം സിംപ്ലിഫൈ ചെയ്തെടുക്കുക. അപ്പോൾ സി മൈനസ് വൺ ബൈ സി പ്ലസ് വൺ ഈക്വൽ ടു 2. അത് സിംപ്ലിഫൈ ചെയ്ത് സിയുടെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക. ആ സിയുടെ വാല്യൂ -4 -2 ഇടയ്ക്ക് കിടക്കുന്ന സിയുടെ വാല്യൂ ആണോ എന്ന് നോക്കുക. അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണത് ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം അനുസരിച്ച് ഈ പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടോ എന്ന് നോക്കുന്നത് ഇതൊരു ഇന്റർമീഡിയറ്റ് വാല്യൂ ആണോ എന്ന് നോക്കിയിട്ടാണ്. അതായത് -4ലും -2ലെയും വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക. അതിനിടയ്ക്ക് ഈ 2 എന്ന് പറയുന്ന റിയൽ നമ്പർ ഉണ്ടെങ്കിൽ 2 എന്ന് പറയുന്ന വാല്യൂ എന്തായാലും കിടക്കും. ഓക്കെ, അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള പ്രോബ്ലത്തിലൊക്കെ. അപ്പോൾ വേണമെങ്കിൽ അത് ആദ്യം എൻഷുർ ചെയ്തതിന് ശേഷം ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അടുത്ത സെറ്റ് പ്രോബ്ലംസ് നോക്കൂ. ഷോ ദാറ്റ് ദർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ റൂട്ട് ഓഫ് ദി ഇക്വേഷൻ ഇൻ ദ ഗിവൺ ഇന്റർവൽ. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആദ്യത്തേത് പൊളിനോമിയൽ ഇക്വേഷൻ ആണ്. ഇതിന് 0-2 എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ ഒരു റൂട്ട് എന്തായാലും ഉണ്ട് എന്നാണ് കാണേണ്ടത് ഈ ക്യൂബിക് പോളിനോമിയലിന്. ഓക്കെ, നമുക്കറിയാം ക്യൂബിക് പോളിനോമിയലിന് ഒരു റിയൽ റൂട്ട് എന്തായാലും ഉണ്ടാകും. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ അതല്ല. ഇവിടെ ഈ പെർട്ടിക്കുലർ ഇന്റർവെല്ലിൽ ഇതിനൊരു റൂട്ട് ഉണ്ടെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതിനെന്ത് ചെയ്താൽ മതി? 0യിലുള്ള വാല്യൂ 2യിലുള്ള വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക. ഓപ്പോസിറ്റ് സൈൻഡ് ആണോ? ഓപ്പോസിറ്റ് സൈൻഡ് ആണെങ്കിൽ അതിനിടയ്ക്ക് ഒരു റൂട്ട് ഉണ്ടാകും. ഓക്കെ, അത് ചെയ്താൽ മതി. ഇപ്പോൾ ഇതിൽ അടുത്ത പ്രോബ്ലം അങ്ങനെ ചെയ്താൽ മതി. 1ലുള്ള വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക, 2യിലുള്ള വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക. അത് രണ്ട് ഓപ്പോസിറ്റ് സൈൻഡ് ആണെങ്കിൽ അതിനിടയ്ക്ക് ഒരു റൂട്ട് എന്തായാലും ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ചെയ്താൽ മതി. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ ആദ്യം ഈ 2-3 ലാസ്റ്റ് പ്രോബ്ലത്തിൽ നോക്കൂ. 2-3 എന്ന് പറയുന്ന ഇന്റർവെല്ലിലാണ്. 2-3 എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ ഈ ഇക്വേഷൻ വാലിഡ് ആണ്. അതായത് സ്ക്വയർ റൂട്ട് ഉണ്ട്. സ്ക്വയർ റൂട്ട് വാലിഡ് ആവണമെങ്കിൽ ഈ സ്ക്വയർ റൂട്ടിനകത്ത് കിടക്കുന്നത് നെഗറ്റീവ് വരാൻ പാടില്ല. സ്ക്വയർ റൂട്ടിനകത്ത് നെഗറ്റീവ് വരുന്നില്ലല്ലോ ഈ ഇന്റർവെല്ലിൽ. ഇല്ല, കാരണം x-1 നെഗറ്റീവ് ആകുന്നത് x1നേക്കാളും ചെറുതാകുമ്പോഴാണ്. ഇവിടെ 2നും 3ക്കും ഇടയ്ക്കാണല്ലോ x കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ വെൽ ഡിഫൈൻഡ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ട്. 2 to 3ൽ കണ്ടിന്യൂസ് ആണ്. കാരണം ഇത് പോളിനോമിയൽ പാർട്ടാണ്. സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ പോസിറ്റീവ് ആകുമ്പോൾ സ്ക്വയർ റൂട്ടിനകത്തുള്ള ക്വാണ്ടിറ്റി പോസിറ്റീവ് ആകുമ്പോഴെല്ലാം പോയിന്റിലെല്ലാം കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇവിടെ x-1 എന്ന് പറയുന്നത് 2 to 3ൽ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ റൂട്ട് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഈ മൊത്തം ഈ ഇക്വേഷൻ എന്താണ്? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. x⁻⁴ - 2x³ മൈനസ് √(x-1) എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇതിനകത്തൊരു റൂട്ട് ഉണ്ടെന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിന് ഓപ്പോസിറ്റ് സൈഡ് വാല്യൂസ് എടുക്കുന്നുണ്ടെന്ന് കാണിച്ചാൽ മതി. സോ x⁻⁴ - 2x³ മൈനസ് √(x-1) എന്ന് പറയുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഈ കണ്ടിന്യൂസ് ഫംഗ്ഷൻ 2, 3 ഈ രണ്ട് പോയിന്റിൽ ഓപ്പോസിറ്റ് സൈഡ് വാല്യൂസ് എടുക്കുന്നു എന്ന് കാണിക്കാൻ പറ്റിയാൽ നമുക്കിത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത സെറ്റ് ഓഫ് പ്രോബ്ലംസ് നോക്കൂ. ഷോ ദാറ്റ് എവറി പോളിനോമിയൽ ഇക്വേഷൻ ഓഫ് ദ ഫോം a2n plus 1 x power 2n plus 1 plus a2n x power 2n plus etc plus a not equal to 0 with real coefficients a2n plus 1 not equal to 0 has at least one real root. നമുക്ക് ഈ പോളിനോമിയൽ എഴുതിയിരിക്കുന്നത് ജനറൽ പോളിനോമിയൽ എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ പവർ ഡിഗ്രി ഓഡാണ്. ഓക്കെ, സോ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒരു ഓഡ് ഡിഗ്രി പോളിനോമിയൽ. ദിസ് ഇസ് ആൻ ഓഡ് ഡിഗ്രി പോളിനോമിയൽ. ഓക്കെ, ഓഡ് ഡിഗ്രി പോളിനോമിയൽ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതൊരു ഓഡ് ഡിഗ്രി പോളിനോമിയൽ വിത്ത് റിയൽ കോഎഫിഷ്യൻസ് ഉറപ്പായും ഒരു റിയൽ റൂട്ട് ഉണ്ടാകും എന്നാണ് കാണിക്കേണ്ടത്. നമുക്കറിയാം പോളിനോമിയലിൻ്റെ കേസിൽ റിയൽ റൂട്ടുകൾ ഇല്ലാത്ത പോളിനോമിയലുകളുണ്ട്. ക്വാഡ്രാറ്റിക് പോളിനോമിയലിൽ എടുത്തു കഴിഞ്ഞാൽ x² + 1 എന്ന് പറയുന്ന പോളിനോമിയലിന് റിയൽ റൂട്ട് ഇല്ല. ഓക്കെ, അപ്പോൾ ഒരു റിയൽ റൂട്ടുള്ള ഒരു പോളിനോമിയലിനെ അന്വേഷിച്ച് അല്ലെങ്കിൽ എക്സാമ്പിൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓഡ് ഡിഗ്രി പോളിനോമിയൽ സജസ്റ്റ് ചെയ്താൽ മതി. ഏതൊരു ഓഡ് ഡിഗ്രി പോളിനോമിയലിനും ഒരു റൂട്ട് എന്തായാലും റിയൽ ആയിട്ടുണ്ടാകും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അത് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇന്റർമീഡിയറ്റ് വാല്യൂ പ്രിൻസിപ്പിളിൻ്റെ ഒരു കോൺസെപ്റ്റിലൂടെ നോക്കുമ്പോൾ ഏതൊരു ഓഡ് ഡിഗ്രി പോളിനോമിയലും ഒരേ സമയം പോസിറ്റീവ് വാല്യൂം നെഗറ്റീവ് വാല്യൂ എടുക്കുന്ന രണ്ട് പോയിന്റുകളുണ്ട് എന്ന് കാണിച്ചാൽ മതി. കാരണം നെഗറ്റീവ് വാല്യൂ എടുക്കുന്നു, പോസിറ്റീവ് വാല്യൂ എടുക്കുന്നു എങ്കിൽ അതിനിടയ്ക്കുള്ള 0 എന്നുള്ള വാല്യൂ എടുക്കും. അതാണല്ലോ റൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കേണ്ടത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സപ്പോസ് ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ദി ഇന്റർവൽ എ ബി ആൻഡ് ഹാസ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സീറോസ് ഇൻ ദി ഇന്റർവൽ എ ബി സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. അതായത് എക്കും ബിക്കും ഇടയ്ക്ക് ഫൈനൈറ്റ് നമ്പർ ഓഫ് n സീറോസ് ഉണ്ട്. അതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഹാസ് ദ സെയിം സൈൻ വിത്തിൻ ഈച്ച് ഓഫ് ദി ഇന്റർവൽസ് a(x1), x1, x2 എക്സെട്ര. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ റിയൽ ലൈനിൽ അത് മാർക്ക് ചെയ്യുകയാണെങ്കിൽ
എ x1 പിന്നെ x2 ഈ ഓർഡറിലാണ് നമുക്ക് തന്നിരിക്കുന്നത് അതല്ലേ. ഇങ്ങനെയാണ് സീറോസ് മാർക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ എ മുതൽ x1 എ ടു x1 ഈ ഇൻ്റർവെല്ലിൽ ഒരേ സൈൻ ആയിരിക്കും. x1 ടു x2ലും അതിന് ഒരേ സൈൻ ആയിരിക്കും. സൈൻ ചേഞ്ച് ചെയ്യുന്നില്ല എന്നർത്ഥം. ഓക്കെ, ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് സൈൻ ചേഞ്ച് ചെയ്യില്ല. സൈൻ ചേഞ്ച് ചെയ്യുന്നത് ഈ x1 x2 ഈ ഇൻ്റർവെല്ല് ചേഞ്ച് ചെയ്യുമ്പോഴാണ്. അപ്പോൾ എ ടു x1 ആദ്യത്തെ സെഗ്മെന്റിൽ ഒരേ സൈൻ ആയിരിക്കും, x1 ടു x2 ഒരേ സൈൻ ആയിരിക്കും. സൈൻ എന്തോ ആവാം, നെഗറ്റീവോ പോസിറ്റീവോ എന്തോ ആകാം, പക്ഷേ സൈൻ ചേഞ്ച് വരുന്നില്ല. ഓക്കെ, അതെന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇന്റർമീഡിയറ്റ് വാല്യൂ പ്രിൻസിപ്പിളിൽ അതിൻ്റെ അതിനുള്ള ജസ്റ്റിഫിക്കേഷൻ കിടക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത സെറ്റ് ഓഫ് പ്രോബ്ലംസിൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ അതിനെ ജസ്റ്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഇഫ് മോഡ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എ ദെൻ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എ. മോഡുലസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആയിരിക്കണം. അതാണ് സ്റ്റേറ്റ്മെന്റ്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയണം. എന്താണെങ്കിലും അതിന് ജസ്റ്റിഫിക്കേഷനും കൂടെ കൊടുക്കണം. ഓക്കെ, എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ മോഡ് എഫ് കണ്ടിന്യൂസ് ആണ്, അത് നമുക്കറിയാം. ബിക്കോസ് മോഡ് എഫ് ഈസ് ദി കോമ്പോസിഷൻ ഓഫ് മോഡുലസ് ഫംഗ്ഷൻ ആൻഡ് എഫ്. മോഡുലസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് അറിയാം. അപ്പോൾ എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ മോഡ് എഫ് ഉറപ്പായിട്ടും കണ്ടിന്യൂസ് തന്നെയാണ്. ഇത് നേരെ തിരിച്ച് ശരിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇഫ് എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എ ദെൻ എഫ് സ്ക്വയർ ഈസ് കണ്ടിന്യൂസ് അറ്റ് എ. എഫ് ഒരു പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണ്, അങ്ങനെയാണെങ്കിൽ എഫ് സ്ക്വയർ കണ്ടിന്യൂസ് ആവും എന്നാണ് സ്റ്റേറ്റ്മെന്റ്. അത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, if f is defined on the interval ab with fa and fb having opposite signs, then f must have at least one 0 in ab. ഓക്കെ, എഫ് ഈ ഇന്റർവെല്ലിൽ ഡിഫൈൻഡ് ആണ്. എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഓപ്പോസിറ്റ് സൈൻ്റെ വാല്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫിന് ഉറപ്പായും ഒരു 0 ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അത് ശരിയാണോ എന്നൊന്ന് ആലോചിക്കുക. ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് എഫ് പ്ലസ് ജി ഈസ് കണ്ടിന്യൂസ് ദെൻ ജി ഈസ് കണ്ടിന്യൂസ്. എഫും കണ്ടിന്യൂസ് ആണ്, എഫ് പ്ലസ് ജിയും കണ്ടിന്യൂസ് ആണ്, അങ്ങനെയാണെങ്കിൽ ജി കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയണം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ദ ഇന്റർവൽ 1-5 ദെൻ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ദ ഇന്റർവൽ 2-4. 1-5 എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ 2-4 എന്ന് പറയുന്ന ഈ ഇന്റർവെല്ലിലും കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ട്രൂത്ത്നെസ്, ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ട്രൂത്ത്നെസ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് എഴുതി അതിൻ്റെ ജസ്റ്റിഫിക്കേഷനും കൂടെ കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ.